ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു യാത്ര പോവുകയാണ്. യാത്ര എന്നൊന്നും പറയാൻ പറ്റില്ല, പിള്ളേരെ വാക്സിൻ എടുക്കാൻ സമയമായി. പിള്ളേരെ അമ്മയ്ക്ക് 2 പേർക്കും 5 വയസ്സ് കഴിഞ്ഞല്ലോ, അപ്പോൾ 5 വയസ്സിൻ്റെ വാക്സിൻ എടുക്കണം. പിന്നെ നിച്ചുവിന് മറ്റേ ഇൻഫ്ലുവൻസയുടെ ബൂസ്റ്റർ ഉണ്ട്, ഇയർലി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അതുമുണ്ട്. അപ്പോൾ 3 പേർക്കും ഉണ്ട് ഇഞ്ചക്ഷൻ. അപ്പോൾ 3 പേരും കുത്തിവെക്കാനായിട്ട് പോകാനുള്ള ഉത്സാഹത്തിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ പോണ സ്ഥലം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അത് പറയുമ്പോൾ എനിക്കിപ്പോഴും എന്തോ ഭയങ്കര ഒരു ഫീലാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. മരിക്കുന്നിടത്തോളം എനിക്ക് ആ സ്ഥലം മറക്കാൻ പറ്റില്ല. ആ സ്ഥലം വന്നുകൊണ്ട് മാത്രമാണ് ഇവന്മാരെ കിട്ടിയത്. ഇവന്മാർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ആ ഒരു സ്ഥലം ഉള്ളത് കൊണ്ടാണ്. വേറെ എങ്ങുമല്ല, മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോണത്. ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും പ്രധാനമായ ഒരു അത്രയ്ക്കും ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലും അവിടുത്തെ സബൈൻ സാറും മറ്റുള്ള എല്ലാ ഡോക്ടർമാരും, മഹാലക്ഷ്മി ഡോക്ടറായിരുന്നു എൻ്റെ ഡെലിവറിയൊക്കെ എടുത്തത്. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാവേ, എനിക്ക് തൊണ്ട ചെറുതായിട്ടൊരു കിച്ചായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നതാണ് ലേറ്റായത് വീഡിയോ ഇടാനായിട്ട്. ഇപ്പോഴും അങ്ങോട്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ സബൈൻ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് അമ്മമാരെ കിട്ടിയത്. അതിനു മുന്നേ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ നോക്കണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഇവിടെയൊക്കെ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഇവിടെ അടുത്ത് പേരൊന്നും പറയാനില്ല. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് ആയില്ല. എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, PCOD ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കുറേ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ നോക്കണുണ്ട്. ആയുർവേദം പരീക്ഷിച്ച്, അലോപ്പതി പരീക്ഷിച്ച്, ഹോമിയോ പരീക്ഷിച്ച് എല്ലാവരും നമ്മൾ നോക്കിയിരുന്നു. അപ്പോഴൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ശാന്തി ഹോസ്പിറ്റലിൽ ലൈല ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടറാണ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത്, നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ പോകും. സബൈൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു ക്രാഫ്റ്റും സബൈൻ ഹോസ്പിറ്റലാണ് നമ്മളോട് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ ഡോക്ടർ തന്നെ പറഞ്ഞു ക്രാഫ്റ്റിൽ ഇച്ചിരി പണച്ചെലവുണ്ടാവും, ഇച്ചിരി കാശ് കൂടുതലാണ്. ഇച്ചിരി എന്നല്ല, ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങിയാൽ നല്ല കാശാവും, നമുക്ക് നല്ലോണം കാശാവും. പക്ഷേ 2 ഹോസ്പിറ്റലിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ സബൈനിൽ നമുക്ക് ഒരുപാട് കാശ് കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ലൈല ഡോക്ടർ നമുക്ക് സബൈനാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെയും 2 കൊല്ലത്തോളം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. വേറെ ചെറിയ പ്രോബ്ലംസൊക്കെ ആയിട്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ എത്രയും വേഗം തന്നെ നമുക്ക് ഒരു കുഞ്ഞിനെ കിട്ടും. അതെനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കണ്ടിട്ടുള്ള അത് വെച്ചിട്ടാണെങ്കിലും ഒരുപാട് പ്രായമായവരും അല്ലാതെ കുറേ കല്യാണം കഴിഞ്ഞ് കുറേ നാളെത്തി വന്ന് തോരം പേരിക്കാന്നറിയോ കുഞ്ഞുങ്ങളെ ഉണ്ടായേക്കണേ. അപ്പോൾ അവിടെ കാശും കുറവാണ് കേട്ടോ. എല്ലാ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് സബൈൻ ഹോസ്പിറ്റലിൽ കാശും കുറവാണ്. അതായത് കാറിലിരുന്ന് 3 കൂടി ഇടിയിരുന്നേ കേട്ടോ. 3 കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് നമ്മളങ്ങനെ കാറിലങ്ങനെ പോയിട്ടില്ല. ഇത് പക്ഷേ നമ്മളൊന്ന് പരീക്ഷ നോക്കിയതാണ് അങ്ങനെ ഇരിക്കുമെന്നൊക്കെ. അങ്ങനെ ഇടിയിടലാണ് അവിടെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഇതൊന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തത്. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് അവിടെ ചെന്ന് ഡോക്ടർമാരെ കണ്ട് അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി മുക്കാൽ രോഗവും മാറും. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണത്. അത് ഇങ്ങനെയാണ് പറഞ്ഞറിയിക്കാമെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മളിങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവർക്കും നല്ല റിസൾട്ടാണ്. ഇപ്പോൾ അവർക്കൊക്കെ വാവകളായി, എല്ലാവർക്കും നല്ല റിസൾട്ടായിരുന്നു. ഞാൻ ലാപ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട്. ലാപ്രോ ചെയ്ത് നോക്കിയപ്പോഴാണ് മറ്റേ PCODയുടെയൊക്കെ അറിഞ്ഞിട്ട് അത് ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി 2 കൊല്ലം എടുത്തു കേട്ടോ എനിക്ക്. എന്നാലും നമ്മൾ
ചിലവർ ചെന്ന് ഒരു 1-2 മാസം കഴിയുമ്പോൾ തന്നെ ഒന്നും ആയില്ല എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കുറ്റം പറയാനും പിടിക്കാനൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് സബൈൻ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് നല്ലത് മാത്രമേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വാക്സിൻ എല്ലാം എടുക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ സബൈനിൽ തന്നെയാണ്. ഇപ്പോൾ പിള്ളേരെ കാണിക്കുന്നത് ചിന്നു ഡോക്ടറിനെയാണ്. ചിന്നു ഡോക്ടറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വെറുതെ ഇരുന്ന് കരച്ചിലും ബഹളം അങ്ങനെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. വെറുതെ ഇരുന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. ആ ടൈമിൽ ഡോക്ടറുടെ സംസാരം ഒന്നുകൊണ്ട് മാത്രം ആദ്യത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ കുറേ സംസാരിച്ച് ആ അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിക്കവറായി കുറേയൊക്കെ വന്ന് റെഡിയായത്. പെട്ടെന്ന് ലൈഫിലേക്ക് 2 കുഞ്ഞുമക്കൾ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്ങനെ നോക്കി എടുക്കും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ചിന്നു ഡോക്ടറിനെ തന്നെയാണ് വിളിച്ച് ചോദിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകാറില്ല. ഡോക്ടർ ഉള്ള ടൈമിൽ മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ. ഇപ്പോഴും അതുകൊണ്ട് തന്നെ വാക്സിൻ ഇപ്പോൾ ഇവിടെ ഹെൽത്തിലൊക്കെ നമുക്ക് എടുക്കാം. പക്ഷേ ഞങ്ങൾ മൂവാറ്റുപുഴയിൽ തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് ആകെ ഒരു ഇതൊന്ന് പറയാനായിട്ട്, ഞങ്ങൾക്ക് ഇവിടുന്ന് പോക്ക് വരവ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബസ്സിന് പോകാനോ ബൈക്കിന് പോകാനോ ഒന്നും പറ്റില്ല. പോകണമെങ്കിൽ കാറ് തന്നെ വേണം. നമ്മൾ വണ്ടി റെൻറ്റിന് എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കാം. പക്ഷേ നമുക്ക് റിസ്ക്കാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അവർക്ക് ഡോക്ടർമാർ പറഞ്ഞിരുന്നു വേണമെങ്കിൽ മാറ്റാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. പ്രഗ്നൻസിയും ഡെലിവറി എല്ലാവരും അവന്മാരുടെ ഡെലിവറിയൊക്കെ അവിടെ തന്നെയായിരുന്നു. നമുക്ക് നല്ല കെയറിങ്ങും കാര്യങ്ങളാണ്. സിസ്റ്റർമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും നല്ല കെയറിങ് ആണ്. അവിടെ ചെന്നാൽ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ പിന്നെ അറ്റ്മോസ്ഫിയർ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും പക്ഷേ നല്ല തിരക്കാണ്. സബൈൻ സാറിനെ കാണണമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. രാത്രി 1-2 പ്രാവശ്യമൊക്കെ രാത്രി പകൽ പോയിട്ട് രാത്രി അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം കാലത്ത് ഉച്ചയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് സാറിനെ കാണാനായിട്ട്. ഭയങ്കര തിരക്കാണ്. ഇപ്പം ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഉള്ളതുപോലെയല്ല, നല്ല തിരക്കാണ്. രാത്രിയും പകലും ഒക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പ്രാവശ്യമൊക്കെ നമ്മളവിടെ ഫ്രണ്ടിൽ തന്നെ റൂം എടുത്ത് നിന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്. അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ 2 കുഞ്ഞുങ്ങളെ കിട്ടിയത്. നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത കാര്യത്തിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാനെന്താ പറയുക, എനിക്കത് പറയുമ്പോൾ ഇപ്പോഴും സങ്കടം വരും. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പിള്ളേരില്ല എന്നുള്ളൊരു ഇതുകൊണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പിന്നെ എങ്ങും ഫങ്ഷനൊന്നും അങ്ങനെ അധികം പോകാണ്ടൊക്കെ ആയി. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ പോണതുകൊണ്ട് തന്നെ ഇപ്പോൾ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു പലർക്കും. അവിടെ പോകണ്ട, ഇവിടെ പോയാൽ മതി, ഇത് നോക്കിയാൽ മതി, ഹോമിയോ നോക്കിയാൽ മതി, അങ്ങനെ കുറേ. അത് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ കുറേ അഭിപ്രായങ്ങളും ഉപദേശങ്ങളൊക്കെ വരും. അതൊന്നും നമ്മൾ വലിയ വിലക്കെടുക്കണ്ട. ഞാനും ശ്രീയും നമ്മളതൊന്നും വലുതായിട്ട് വിലക്കെടുത്തിട്ടില്ല. നമ്മളിവിടെ പോയി ഡോക്ടർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ 1-2 ചെല്ലാൻ പറയും. സ്കാനിങ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ 1-2 ചെല്ലും. നമ്മളത് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചെയ്തു. അതുകൊണ്ട് നമുക്ക് നല്ല 2 കുഞ്ഞുമക്കളെ നമുക്ക് ദൈവം തന്നു. സബൈൻ സാർ നമുക്ക് ദൈവത്തിന് തുല്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വിശേഷം പറഞ്ഞാൽ തീരില്ല അല്ലേ. ഇപ്പം നമ്മൾ പോയി നമ്മളിവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോണ വഴിക്ക് സത്യം പറഞ്ഞാൽ പിള്ളേരെ പറ്റിക്കാൻ പാർക്കാന്നൊക്കെ പറഞ്ഞത് കണ്ടോ, കുറച്ച് പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇതാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഒന്ന് സ്ലോ ആക്കാൻ ഞാൻ ശ്രീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ശരിക്കും പാർക്ക് പോലെയാണ് കാണുന്നുണ്ട്. ഒരുപാട് പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് അവിടെ കാണാൻ. ആ പോണ വഴിക്ക് നമുക്ക് കാണാം കുറേ പേരൊക്കെ വണ്ടിയൊക്കെ നിർത്തി അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ പോണത് കാണാം. നല്ല രസമില്ലേ കാണാൻ. ശരിക്കും പാർക്ക് പോലെ നമുക്ക് തോന്നുള്ളൂ. പിള്ളേരെ നമ്മളിവിടുന്ന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കരച്ചിലാവില്ലാന്ന് എഴുതി നമ്മളോട് പാർക്ക് കാണിച്ചു തരാം, ആനേനെ കാണിച്ചു തരാം, ജിറാഫിനെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയിലൊക്കെ
നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം. ഇത് കണ്ടില്ലേ, പുലീനെയും പശുവിനെയും ആനനെയും ജിറാഫ്, കാട്ടുപോത്ത്, അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ആ ഒരു സ്ഥലം നല്ല ഭംഗിയാണ്. കുറേ പേര് അവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കണതൊക്കെ കാണാം നമുക്ക്. അങ്ങനെ സബൈൻ ഹോസ്പിറ്റലിൽ എത്തി. ഇതാ ബോർഡ് കാണുന്നുണ്ടില്ലേ, ഒരു ലാവൻഡർ കളർ കണ്ടില്ലേ അവിടെ, അതാണ് സബൈൻ ഹോസ്പിറ്റൽ. മിക്കവാറും കാറിടാനായിട്ട് സ്ഥലമൊന്നും കിട്ടാറില്ല. റോഡ് സൈഡിലൊക്കെ പോയാണ് കൊണ്ടുവന്നാണ് കാറിടുന്നത്. മിക്കവാറും തിരക്കായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും ഫുള്ളായിരുന്നു പാർക്കിങ്ങൊക്കെ. ഇതാ അവിടെയാണ് സബൈൻ ഹോസ്പിറ്റൽ. ഇതാ അകത്തോട്ട് കയറിയാണ്. ഇതാണ് ഹോസ്പിറ്റലിലേക്കുള്ളത്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പേഴക്കാപ്പള്ളി ബസ് സ്റ്റോപ്പാണ്. പേഴക്കാപ്പള്ളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇതാണ് ഹോസ്പിറ്റലും. ഇപ്പം ഞങ്ങൾ ആദ്യം പോയിരുന്ന ടൈമിൽ കഫ്റ്റേരിയൊക്കെ ചെറുതായിരുന്നു. ഇപ്പം അതൊക്കെ വിപുലീകരിച്ച് നല്ല അടിപൊളി കഫ്റ്റേരിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായതാണ് ചിന്നു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ റൂമാണിത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിള്ളേരെ കാണിക്കാൻ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോയപ്പോൾ. അപ്പോൾ അത് കാരണം ബണ്ണും വെള്ളമൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേന് എല്ലാവരും. 3 പേരും അവിടെ ഇടിയിട്ടുകൊണ്ടിരിക്കണേയിരുന്നപ്പോഴാണ് അങ്ങനെ പോയി ബണ്ണ് വാങ്ങിച്ചു കൊടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ തിരക്കുണ്ടായിരുന്നു. ബുക്ക് ചെയ്തതനുസരിച്ചായിരുന്നില്ല എന്ന് തോന്നണം. വന്നവർ വിളിച്ച് കയറ്റണമായിരുന്നു. ഇത് മറ്റേ ഫീഡിങ് റൂമാണ്. എൻ്റെ അടുത്ത് തന്നെ ഡയറ്റീഷ്യൻ ഉണ്ട്, പിന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് അവിടെ. പിള്ളേരെ നല്ല ഇതായിട്ടൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് അവിടെ കുറേ പിക്ചറൊക്കെ ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മറ്റേ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. എനിക്കധികം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് പിള്ളേരെ അങ്ങോട്ട് ഒന്ന് മാറിയപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ ഡോക്ടർമാരുടെ ഗൈനക്കോളജിയിൽ അവിടെ ഡോക്ടർമാരെ കാണാനായിട്ട് ഇരിക്കുന്ന തിരക്കാണ് ഈ കാണുന്നത്. ആ ടൈമിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കാലത്ത് ചെന്നതാണ്, അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇത് ഇവിടെ പിള്ളേരെ മെഡിസിൻ വാങ്ങുന്ന സ്ഥലമാണേ. ഇത് വാക്സിനേഷൻ എടുക്കുന്നതിന് മുന്നേ നല്ല ചിരിയും കളിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇപ്പം നല്ല ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ കരയാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ചിരിയായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇവിടെയാണ് വാക്സിൻ. അപ്പോൾ വാക്സിൻ കഴിഞ്ഞിട്ട് ലച്ചുവിനാണ് ആദ്യം എടുത്തത്. കാലിലും ഉണ്ടായിരുന്നു, കയ്യിലുണ്ടായിരുന്നു, വായിലും വെച്ചിട്ടുണ്ടായിരുന്നു. മുഖമൊക്കെ വളിച്ചാണ് വന്നത്. അകത്തിരുന്നപ്പോൾ കരഞ്ഞു. അപ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുത്ത് കരയാണ്ടിരിക്കാനായിട്ട്. ലച്ചു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യം നല്ല കരച്ചിലായിരുന്നു. പിന്നെ നിച്ചു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ അകത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാവും. അവൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ അധികം നിൽക്കാൻ നിന്നില്ല. ഞങ്ങൾ വേഗം പോന്നു. അല്ലെങ്കിൽ പിന്നെ ബ്ലോക്കായാലെന്ന് എഴുതിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി പോന വഴിക്ക് ഞാൻ ഒന്നുകൂടി ഇത് കാണിച്ചു തരാം കേട്ടോ. അവിടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ പോന വഴിക്ക് പെട്രോൾ അടിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഇപ്പം തന്നെ ലോങ് വീഡിയോ ആണിത്. അധികം ലോങ് വീഡിയോ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കൂലേ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കൊന്ന് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ചപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് കടയിൽ കഴിഞ്ഞു. അപ്പോൾ കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു പിള്ളേർ. ചോറൊന്നും വേണ്ട. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാനൊന്നും വേണ്ട, ജ്യൂസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അച്ഛൻ ജ്യൂസ് വാങ്ങാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് വേറൊരു കടയിലേക്ക് കയറിയാണ് ജ്യൂസ് കുടിച്ചത്. അപ്പോൾ ഇപ്പം ജ്യൂസ് കിട്ടുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കൈയും കാലൊക്കെ എനക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നല്ല വേദനയ്ക്ക് 5ാമത്തെ വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ നല്ല വേദനയായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞ്. അപ്പോൾ പനി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. പക്ഷേ പിള്ളേർക്ക് അങ്ങനെ പനിച്ചൊന്നുമില്ല. അന്നേരത്തൊരു ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 ആൾക്കും അങ്ങനെ പനിച്ചൊന്നുമില്ല. പിന്നെ വന്ന വഴിക്കാണെങ്കിലും കാറിലിരുന്ന് നല്ല ഡാൻസൊക്കെ ആയിരുന്നു. കൈയും കാലൊക്കെ ഇളക്കി കൊണ്ടുള്ള ഡാൻസൊക്കെ അതിൻ്റെ പേരിൽ. പിന്നെ പിറ്റേ ദിവസം നീറ്റപ്പോഴാണെങ്കിലും വേദനയും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു കാലിങ്ങനെ പൊക്കുമ്പോൾ പിന്നെ ജനലുമലൊക്കെ പിടിച്ച് കയറുമല്ലോ. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടെന്നല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ കണ്ടോ നല്ല ഡാൻസ് ചെയ്യണ്ട പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് ഇട്ടിട്ട് അതിൽ
നല്ല ഡാൻസായിരുന്നു 3 ആളും. അതുകൊണ്ട് രക്ഷപ്പെട്ടതാട്ടോ. ആ കൈയും കാലൊക്കെ ഇളക്കിക്കൊണ്ടിരുന്നായിരുന്നു, വലുതായിട്ട് അങ്ങനെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ പോണ വഴിക്ക് പാർക്ക് പോലത്തെ സംഭവം, പാർക്കല്ല കേട്ടോ, അതിങ്ങനെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ടാവും കേട്ടോ. മയിലിനെയൊക്കെ ഒരു ദിവസം ഞങ്ങൾ വന്ന ടൈമിൽ മയിലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മയിൽ, മറ്റേ ഫ്ലെമിങ്ങോ, ആ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോണ വഴിക്കൊരു വലിയ പള്ളിയുണ്ട്. ക്രിസ്മസിൻ്റെ ടൈമിൽ നിറച്ച് നക്ഷത്രങ്ങളായിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ ക്രിസ്മസിൻ്റെ ടൈമിലാണ് വന്നത്. ആ ടൈമിൽ നിറച്ച് നക്ഷത്രങ്ങളായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ളിങ്ങനെ കുഞ്ഞു 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 നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കണമായിരുന്നു. ഗേറ്റ് മുതൽ അങ്ങോട്ട് തൂക്കിയിട്ടേക്കുമായിരുന്നു. ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട് പോണ സമയത്ത്. വലിയ വലിയ പള്ളികൾ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ കുറേ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ, വലിയ വലിയ അമ്പലങ്ങൾ, നല്ല നല്ല പഴമ ഉള്ളത് പോലത്തെ ഒരു അമ്പലങ്ങളും പള്ളികളൊക്കെയാണ്. സ്ഥലമെത്തിയിട്ടാണ്. ഒരു കാട്ടുപോത്തുണ്ട്, ഒരു ആനയുണ്ട്, പശുവുണ്ട്, മറ്റേ ഫ്ലെമിങ്ങോ ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഒരു പുലിയുണ്ട്, പശുവുണ്ട്, ഒട്ടകമുണ്ട്, പാമ്പുണ്ട്, ശംഖുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു മയിലുകളൊക്കെ ഉണ്ട്, മറ്റേ തത്തയൊക്കെ ഉണ്ട് കേട്ടോ, മത്സ്യകന്യക, കുതിര. പിള്ളേരെ പറ്റിക്കാൻ എളുപ്പമാണ്, കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ എളുപ്പം. ജിറാഫിനെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ കോഴികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 2 മയിലിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു താറാവിനെയൊക്കെ ഉണ്ടാക്കി സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് അത് കാണാൻ. ഇവിടെ എത്തുമ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി സ്ലോ ആക്കിയിട്ട് അത് ഇങ്ങനെ കാണുന്നത്. എപ്പോഴും പോകുമ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് കണ്ടല്ലോ, ഇനി നമ്മൾ പിന്നെ ഒരു ദിവസം പോകുമ്പോൾ നോക്കുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, പുതിയ പുതിയ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ആന എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആനയും കാട്ടുപോത്തിനെയും മിക്കപ്പോഴും ഇവിടെ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നത് ആൾക്കാരുടെ ആവശ്യാനുസരണം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നണം, അല്ലാതെ ഉണ്ടാക്കി അങ്ങനെ വെക്കാറില്ല എന്ന് തോന്നണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പയ്യെ പയ്യെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ വീട്ടിൽ വന്നു. വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിള്ളേർ ഉറങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വാക്സിനേഷൻ ഉള്ളത് നിച്ചുവിനെയാണ്. ഇനിയിപ്പോൾ അവന്മാർക്ക് 10ാമത്തെ വയസ്സിലേ ഉള്ളൂ. ഇനി നിച്ചുവിന് അടുത്ത വർഷം ഈ ടൈമിൽ തന്നെ മറ്റേ ഇയർലി ബൂസ്റ്റർ ഉണ്ട്, ഇൻഫ്ലുവൻസയുടെ ബൂസ്റ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു വാക്സിനേഷൻ ഡേ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ സബൈൻ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയണമെന്ന് എല്ലാവരോടും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ അങ്ങനെ എടുത്തത്. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.